Hello guys, welcome back to my channel. Chicken tube roll ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇഫ്താർ ടൈമിലും അല്ലാത്തപ്പോഴൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി സ്നാക്ക് ആണ്. പുറമേ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള വൈറ്റ് സോസ് റെഡിയാക്കാം. അതിന് പാന് ചൂടായി വന്നപ്പോൾ 2 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം ബട്ടറും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ മൈദയാണ് ചേർക്കുന്നത്. അപ്പോൾ മൈദ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് 1/2 ഗ്ലാസ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം. പാല് ചേർത്തതിന് ശേഷം കട്ട പിടിക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് കൈയെടുക്കാതെ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ കുറച്ച് തിക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് പെപ്പർ പൗഡറും ആവശ്യത്തിന് സോൾട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയം നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഫില്ലിങ്സിന് ആവശ്യമായിട്ടുള്ള വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉള്ളി ഒന്ന് സോൾട്ടായി വരുന്ന സമയത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള 2 പച്ചമുളകും റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുള്ള 3-4 വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു വലിയ ക്യാരറ്റും അതേപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള വെജിറ്റബിൾസ് ഒരുപാട് നേരം കുക്ക് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഈ ഒരു സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് സോൾട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂണ് പെപ്പർ പൗഡറും 1/2 സ്പൂണ് ചില്ലി പൗഡറും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വൈറ്റ് സോസ് ആഡ് ചെയ്യണം. അതിന് മുന്നേ ഞാൻ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ള മല്ലിയില കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് വൈറ്റ് സോസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചിക്കനും കൂടി ആഡ് ചെയ്താൽ നമ്മുടെ ഫില്ലിങ്സ് റെഡിയായി. അപ്പോൾ ഞാനിതിൽ ഫ്രൈ ചെയ്ത ചിക്കനാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ചിക്കൻ ആഡ് ചെയ്തിട്ട് ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബ്രെഡ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കുക. 2 ടൈപ്പിലുള്ള ബ്രെഡ് ഉണ്ടല്ലോ, പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ബ്രെഡും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡും. അപ്പോൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാലേ നമുക്കിതുപോലെ ഇങ്ങനെ റോളർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പരത്തി കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഷീറ്റ് പോലെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പരത്തിയതിന് ശേഷം 4 എൻഡിലും ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. നമുക്ക് ട്യൂബ് പോലെ റോൾ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കണമെന്ന് പറയുന്നത്. മറ്റേ ബ്രെഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റോൾ ചെയ്ത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എല്ലാ ബ്രെഡും ഇതുപോലെ നല്ല ഷീറ്റ് പോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബ്രെഡിൻ്റെ ഷീറ്റ് എടുത്തിട്ട് 2 സ്പൂൺ ഫില്ലിങ്സ് ഇതിൻ്റെ ഫസ്റ്റിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ചതിന് ശേഷം കൈകൊണ്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. നമുക്ക് റോൾ ചെയ്യുമ്പോൾ നല്ല നീറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഫസ്റ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള വൈറ്റ് സോസ് ആണ്. അപ്പോൾ ബ്രെഡ് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് മൈദ മിക്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല, ഇത് തന്നെ തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ 2 എൻഡിലും ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് മെല്ലനെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. ഇങ്ങനെ മെല്ലെ റോൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ 2 എൻഡിലും കുറച്ച് ഗ്യാപ്പ് വരും. അപ്പോൾ ആ ഗ്യാപ്പിലും കൂടി ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോഴേ ഇത് ട്യൂബ് ഷേപ്പിൽ വരുള്ളൂ. അപ്പോൾ അതും കൂടി ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളുടെ ചിക്കൻ ട്യൂബ് റോള് റെഡിയായി. അപ്പോൾ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ആദ്യം ഒരു ഷീറ്റ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉള്ളിൽ കുറച്ച് ഫില്ലിങ്സ് വെച്ചിട്ട് മെല്ലെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. നമുക്ക് കാണുമ്പോൾ കുറച്ച് ഹെവി ആയിട്ട് തോന്നുമെങ്കിലും നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ വളരെ സിമ്പിളാണ്. നല്ല ടേസ്റ്റാണ് സംഭവം. ഇഫ്താറിനും ഈദിനും അല്ലാത്തപ്പോഴൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലോ ബട്ടറോ ചേർത്തിട്ട് നമ്മളുടെ ട്യൂബ് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് മുങ്ങിപ്പൊരിയുന്ന രീതിയിൽ ഒരുപാട് ഓയിൽ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്, വളരെ കുറച്ച് ഓയിൽ മതി. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 2 സൈഡും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. എല്ലാ ഭാഗവും ഇതുപോലെ ഇങ്ങനെ കുക്കായി വരണം. മാത്രമല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെഡാണ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ആ ഒരു വിചാരിച്ച ടേസ്റ്റിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ
പിന്നെ ഇതുപോലെ അങ്ങനെ 2 സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാ സൈഡും മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ചിക്കൻ ട്യൂബ് റോൾ റെഡി. കണ്ടോ, പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. കടിച്ച് നോക്കുമ്പോൾ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ട് നിൽക്കും. നല്ല ടേസ്റ്റാണ് സംഭവം. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കുക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.